ഭക്തസഹസ്രങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ശബരിമല മകരവിളക്ക് ഉത്സവം നാളെ പുലർച്ചെ 2:30-ക്ക് മകരസംക്രമ പൂജയും 6:30-യോടെ തീർത്ഥാടകർക്ക് മകരവിളക്കും ദർശിക്കാനാകും. സുരക്ഷ മുൻനിർത്തിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി. വിവരങ്ങളുമായി KB ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാമപ്രസാദിന്റെ റിപ്പോർട്ടിന് ശേഷം മിഡ് ഡേ ന്യൂസുമായി കീർത്തി ചേരും. മകരവിളക്കിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കൂടുതൽ ചടങ്ങുകൾ, ക്ഷേത്ര ചടങ്ങുകൾക്ക് തുടക്കമാകുകയും ചെയ്യും. നാളെ പുലർച്ചെ 2:30-നാണ് മകരസംക്രമ പൂജയ്ക്കായുള്ള ചടങ്ങുകൾ ആരംഭിക്കുക. 2:46-നാണ് മകരസംക്രമ അഭിഷേക പൂജ. ഇത്തവണ ഈ പുലർച്ചെ 2:15 നാളെ പുലർച്ചെ 2:15 തന്നെ ക്ഷേത്രനട ഇതിനായി തുറക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഇന്ന് 10:50 ഹരിവരാസനം ചൊല്ലി നട അടയ്ക്കുന്ന ക്ഷേത്രനട പുലർച്ചെ 2:15 തുറക്കുക. തുടർന്നാണ് മകരസംക്രമ പൂജകൾക്കായുള്ള ചടങ്ങുകൾ നടക്കുകയും ചെയ്യുക. ഇതിനുശേഷം തുറന്നിരിക്കുന്ന ക്ഷേത്രനട മറ്റ് പൂജകളെല്ലാം നടത്തിയ ശേഷം നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കും. ഇതിനുശേഷം 11:30 തന്നെ ക്ഷേത്രനട അടയ്ക്കുകയും ചെയ്യും. ഇതിന് പിന്നാലെ വൈകിട്ട് 3:30-ക്ക് ശേഷമായിരിക്കും ശരംകുത്തിയിലേക്ക് തിരുവാഭരണ പേടക സംഘത്തെ യാത്രയാക്കാനായിട്ട് ശബരിമല മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ പ്രത്യേക സംഘത്തെ യാത്രയാക്കുന്നത്. ഇതിനുശേഷം ഇവർ ശരംകുത്തിയിലെത്തി കൂടുതൽ ക്രമീകരണങ്ങൾ നടത്തിയ ശേഷം ഇവരെ തിരുവാഭരണ പേടക സംഘത്തെ ആനയിച്ചുകൊണ്ട് ഇങ്ങോട്ട് സന്നിധാനത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യും. 18-ാം പടിയിലെത്തുന്ന തിരുവാഭരണ പേടക സംഘത്തെ തന്ത്രിയും മേൽശാന്തിയും ചേർന്നുകൊണ്ട് സ്വീകരിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് ഈ തിരുവാഭരണ പേടകം വഹിച്ചുകൊണ്ടുള്ള പെട്ടി കൊണ്ടുപോകും. തുടർന്ന് സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ ഈ ആഭരണങ്ങൾ ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധനയായിരിക്കും. ഇതിന് തൊട്ടു പിന്നാലെയാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക. എന്തായാലും ഇതിനുശേഷം മാത്രമായിരിക്കും ഉച്ച കഴിഞ്ഞുള്ള തീർത്ഥാടകരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന തീർത്ഥാടകർക്ക് 18-ാം പടി കയറാൻ അനുവാദം എത്തിക്കുകയും ചെയ്യുക. എന്തായാലും ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തുമ്പോഴും കൂടുതൽ സുരക്ഷയ്ക്കായിട്ടുള്ള പോലീസും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ ഏകോപനവും നടന്നു വരുന്നു. 2500-ലധികം പോലീസുകാർക്ക് പുറമെ ഇന്നലെ 1000-ലധികം പോലീസുകാരെ കൂടി സന്നിധാനത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഇങ്ങനെ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുമ്പോഴും തീർത്ഥാടകർക്ക് ഇവർക്ക് സന്നിധാനത്ത് തങ്ങുന്നതിന് ആവശ്യമായ കുടിവെള്ളവും ഭക്ഷണ സൗകര്യങ്ങളും എല്ലാം തന്നെ ഒരുക്കി ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ മകരവിളക്കിനായുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് നീക്കിയിരിക്കുകയാണ്.